കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് വലിയ കൂനമ്പായക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പനങ്കാവ് ക്ഷേത്രം എന്നും അറിയപ്പെട്ടിരുന്നു. മേൽക്കൂര ഇല്ലാത്തതും വടക്ക് ദിശയെ അഭിമുഖീകരിക്കുന്ന ശ്രീകോവിലാണ് ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയാണ് ഇവിടുത്തെ കൂനമ്പായക്കുളം അമ്മ എന്നാണ് വിശ്വാസം. ഗണപതി, വീരഭദ്രൻ, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, യക്ഷി, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ. ക്ഷേത്രത്തിലെ ഒരു പ്രധാന പൂജയാണ് എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന കാര്യസിദ്ധി പൂജ. ഈ പൂജയുടെ പേരിലാണ് ഈ ക്ഷേത്രത്തിന് പ്രശസ്തി ആർജിച്ചത്. 21 ആഴ്ച തുടർച്ചയായി വ്രതശുദ്ധിയോടുകൂടി പൂജ നടത്തിയാൽ ഏത് ആഗ്രഹവും സാധിക്കും എന്നാണ് വിശ്വാസം. ഭക്തർക്ക് സ്വന്തമായി ചെയ്യാവുന്ന രീതിയിലാണ് കാര്യസിദ്ധി പൂജ ക്രമീകരിച്ചിരിക്കുന്നത്. കാര്യസിദ്ധി പൂജയ്ക്ക് ശേഷം കുങ്കുമാഭിഷേകം, നാണയപ്രസാദ വിതരണം, അന്നദാനവും ഉണ്ട്. മറ്റു ജില്ലകളിൽ നിന്ന് നിരവധി ഭക്തരാണ് ഈ പൂജയിൽ പങ്കെടുക്കാൻ എത്താറുള്ളത്. കാര്യസിദ്ധി പൂജയിലൂടെ അനുഭവസിദ്ധി നേടിയ ഭക്തർ അരി നേർച്ചയായി കൊടുക്കുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എല്ലാ മാസവും അവസാന ചൊവ്വാഴ്ച കഷായ കലശം നടത്താറുണ്ട്. രോഗശാന്തിക്കായിട്ടാണ് കഷായ കലശം നടത്തുന്നത്. കലശക്കുടങ്ങളുമായി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കാൻ ആ ഒരു ദിവസം നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ വഴിപാട് നടത്താൻ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. മറ്റൊരു വിശേഷപ്പെട്ട ചടങ്ങാണ് കുങ്കുമാഭിഷേകം. എല്ലാ ചൊവ്വാഴ്ച ദിവസവുമാണ് ഇത് നടത്തുന്നത്. ധനധാന്യ സമൃദ്ധിക്ക് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണിത്. ആയില്യനാളുകളിൽ നാഗപൂജ, ഐശ്വര്യപൂജ, നീരാഞ്ജന വിളക്ക്, രാഹുകാല പൂജ ഇതെല്ലാം മറ്റ് പ്രധാന പൂജകളാണ്. എല്ലാ വെള്ളിയാഴ്ച രാവിലെയും ഗുരുതിപൂജ നടത്താറുണ്ട്. ശത്രുദോഷം അകലുന്നതിനും ബാധ ഉപദ്രവങ്ങൾ അകലുന്നതിനും ഗുരുതിപൂജ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ വർഷവും കുംഭമാസത്തിലെ ഭരണി നാളിൽ ഉത്സവം നടത്തുന്നു. ഭരണിക്ക് 10 നാൾ മുമ്പേ കൊടിയേറി തോറ്റമ്പാട്ട് നടത്താറുണ്ട്. കൊടിയേറിയ ശേഷം ആദ്യ വെള്ളിയാഴ്ച പുതിയ മൺകലങ്ങളിൽ ഭക്തർ സമർപ്പിക്കുന്ന ചന്ദ്രപ്പൊങ്കൽ പ്രധാനമായൊരു ചടങ്ങാണ്. ഉത്സവകാലത്ത് സമർപ്പിക്കുന്ന വട്ടിപ്പടുക്ക ദേവിക്ക് ഇഷ്ട വഴിപാടാണ്. സ്വന്തം ഭവനങ്ങളിൽ നിന്നും സ്ത്രീകൾ വ്രതശുദ്ധിയോടുകൂടി തയ്യാറാക്കിക്കൊണ്ടുവരുന്ന പടുക്ക അമ്മയ്ക്ക് നേരിട്ട് നിവേദ്യമായി നൽകുന്ന വളരെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കൂനമ്പായക്കുളം ക്ഷേത്രം. അട, ഗണപതി ഒരുക്ക്, എണ്ണ, ചന്ദനത്തിരി, കരിക്ക്, കർപ്പൂരം, മറ്റു ഫലവർഗ്ഗങ്ങൾ എന്നിവ അടങ്ങിയതാണ് പടുക്ക. പുതിയ വട്ടിയിലാണ് പടുക്ക ദേവിക്ക് സമർപ്പിക്കേണ്ടത്. കൂനമ്പായക്കുളത്തമ്മയുടെ കൊടിമര ചുവട്ടിൽ ഉത്സവ നാളുകളിൽ പറ സമർപ്പിക്കുന്നത് ഏറെ ഫലസിദ്ധി നൽകുന്നു. നെൽപ്പറ സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിനും യശസ്സിനും, അവൽപ്പറ ദാരിദ്ര്യ ശമനത്തിന്, ചെറുപയർ പറ സന്താന സൗഭാഗ്യം. സന്താന സൗഭാഗ്യത്തിന് ക്ഷേത്രത്തിന് മുന്നിലുള്ള ആലിൽ തൊട്ടിൽ കെട്ടുന്ന ചടങ്ങ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ പള്ളിമുക്കിൽ നിന്നും 1 കിലോമീറ്റർ അകലെ വടക്കേ വിളയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ്.